ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഒരു ബിടെക് എടുക്കുക എന്നുണ്ടെങ്കിൽ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് കമ്പ്യൂട്ടർ സയൻസ്, സിവിൽ, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാത്തൊരു ബ്രാഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 13 ഡേയ്സ് എന്ത് ചെയ്യും, ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യും, ഓരോ ടോപ്പിക്ക് വെച്ചിട്ട്. എന്നിട്ട് എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ 13 ഡേ ഇൻസ്ട്രുമെൻറ്റേഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എടുക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ പഠിക്കാൻ വിചാരിച്ച് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യും, യൂട്യൂബ് ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഫസ്റ്റ് ഇന്ന് പറയാൻ പോകുന്ന എന്താ വെച്ചാൽ എന്താണ് 13 ഡേയ്സിൽ എടുക്കാൻ പോകുന്നതെന്നുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ. എല്ലാ ടോപ്പിക്കും എന്താണെന്ന് ജസ്റ്റ് ഒരു ഇൻട്രോ തരാം എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡേ 1 പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. എല്ലാത്തിൻ്റെയും ഇൻട്രൊഡക്ഷൻ മാത്രമേ പറയുന്നുള്ളൂ. ഓരോ ഡേയ്സും നമ്മൾ എന്ത് ചെയ്യും, ഓരോ ടോപ്പിക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യും. സോ ഫസ്റ്റ് ഡേ ഞാൻ പറയാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ്. സിംപ്ലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, പ്രഷർ, ഫ്ലോ അങ്ങനെയുള്ള ഓരോ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെയും മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഡേ 1 നമ്മൾ പറയും. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ദാറ്റ് മെഷേഴ്സ്, മോണിറ്റേഴ്സ് ആൻഡ് കൺട്രോൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ലൈക്ക് ടെമ്പറേച്ചർ, പ്രഷർ ആൻഡ് ഫ്ലോ ഇൻ ആൻ ഇൻഡസ്ട്രീസ്. ഡേ 2 ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ എന്താണ് സെൻസർ, വാട്ട് ഈസ് എ സെൻസർ. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും സെൻസർ എന്നുള്ള ഭാഗം. സോ സെൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ് ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതായത് ടെമ്പറേച്ചറിനെയും പ്രഷറിനെയും ഫ്ലോനെയൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ബ്രാഞ്ച് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ആ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ നമുക്ക് മെഷർ ചെയ്യണമെങ്കിൽ എന്ത് വേണം, കുറച്ച് എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ സെൻസേഴ്സ് വേണം. അതാണ് ഇനി നോക്കാൻ പോകുന്നത്. സോ സെൻസർ എന്ന് പറഞ്ഞാൽ എ ഡിവൈസ് ദാറ്റ് ഡിറ്റക്ട് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി സച്ച് ആസ് ഹീറ്റ് ഓർ ലൈറ്റ് ആൻഡ് പ്രൊഡ്യൂസസ് എ സിഗ്നൽ ഇൻ റെസ്പോൺസ്. അതിന് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞ് ടെമ്പറേച്ചർ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞു. അപ്പോൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് സെൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തെർമോമീറ്റർ പറയാൻ പറ്റും. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഡേ 3 നോക്കാൻ പോകുന്നത് എന്താണ് ട്രാൻസ്ഡ്യൂസർ. സോ എല്ലാവരുടെയും ഡൗട്ടാണ് ട്രാൻസ്ഡ്യൂസറും സെൻസറും ഒന്നല്ലെന്ന്. ട്രാൻസ്ഡ്യൂസറും സെൻസറും എന്താ പറയുക, വേറെ വേറെ തന്നെയാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഇവിടെ സിംപ്ലി ആയിട്ടൊരു സൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ആലോചിക്കുക, ഒരു ഡിവൈസ് ആണ് ദാറ്റ് കൺവേർട്ട് വൺ ഫോം ഓഫ് എനർജി ഇൻ ടു അനദർ ഫോം. വൺ ഫോം ഓഫ് എനർജീനെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. ഈ സൈൻ വെച്ചിട്ട് ഓർക്കുക ട്രാൻസ്ഡ്യൂസർ എന്താന്നുള്ളത്. അതായത് ഒരു എനർജി ഫോമിന് വേറൊരു എനർജി ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. ട്രാൻസ്ഡ്യൂസറിൻ്റെ ഒരു ടൈപ്പാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ ദാറ്റ് നീഡ് എക്സ്റ്റേണൽ പവർ ടു വർക്ക്. അത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു എക്സ്റ്റേണൽ പവർ നമ്മൾ കൊടുക്കണം. അങ്ങനെയുള്ള ട്രാൻസ്ഡ്യൂസറിനെയാണ് പാസീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറയുക. അതിന് എക്സാമ്പിളാണ് സ്ട്രെയിൻ ഗേജ്. സ്ട്രെയിൻ ഗേജ് എന്താണെന്നൊക്കെ ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കും. പിന്നെ ആക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ എന്ന് പറഞ്ഞാൽ അത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് വേണ്ട, ഒരു എക്സ്റ്റേണൽ പവർ നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് ഓൾറെഡി ജനറേറ്റ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് തെർമോകപ്പിൾ. അപ്പോൾ അതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ് ട്രാൻസ്ഡ്യൂസർ. നെക്സ്റ്റ് നോക്കാൻ പോകുന്ന ടെമ്പറേച്ചർ മെഷർമെൻ്റ് ആണ്. ടെമ്പറേച്ചർ ഓൾറെഡി പറഞ്ഞൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞ്, അപ്പോൾ ടെമ്പറേച്ചർ മെഷർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്, മെയിനായിട്ട് വരുന്നതാണ് തെർമോകപ്പിൾസ്, RTD,
തെർമിസ്റ്റർ. അപ്പോൾ അതെന്താന്നുള്ളതാണ് ഡേ 5, ഡേ 6, ഡേ 7 വെച്ച് നോക്കുന്നത്. ദിസ് ഈസ് ദ ആർ ടി ഡി എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. സോ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന തെർമിസ്റ്റേഴ്സ് ആണ്. തെർമിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. എ സെറാമിക് സെൻസർ ഹൂസ് റെസിസ്റ്റൻസ് ചേഞ്ചസ് ഷാർപ്ലി വിത്ത് സ്മോൾ ടെമ്പറേച്ചർ ചേഞ്ചസ്. ചെറിയൊരു ടെമ്പറേച്ചർ ചേഞ്ചസ് ഉണ്ടായാലും അത് എന്ത് ചെയ്യും, അതിൻ്റെ റെസിസ്റ്റൻസിന് ചേഞ്ച് വരും. തെർമിസ്റ്റർ 2 ടൈപ്പ് ഉണ്ട്, PTC, NTC. അതെല്ലാം നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. 8 നോക്കാൻ പോകുന്നത് എന്താണ് പ്രഷർ മെഷർമെൻറ്റ്. അതുപോലെ തന്നെ പ്രഷർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പ്രഷർ മെഷർമെൻറ്റിൽ അണ്ടറിൽ വരുന്ന ഒരാളാണ് ബോർഡൻ ട്യൂബ്. ബോർഡൻ ട്യൂബിൽ സിമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള മെറ്റൽ ട്യൂബാണ്. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പം അവിടെ നീഡിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ നീഡിലിന് സ്മോൾ ചേഞ്ചസ് സംഭവിക്കും. അങ്ങനെ നമുക്ക് ഡയറക്റ്റ്ലി പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. അതാണ് പ്രഷർ മെഷർമെൻറ്റിന് അണ്ടറിൽ വരുന്ന ബോർഡൻ ട്യൂബ്. പിന്നെ വരുന്ന പ്രഷർ മെഷർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ് diaphragm and bellows. It is a flexible element that bend or expand under pressure, turning force into a mechanical movement that can be measured. നെക്സ്റ്റ് വരുന്നതാണ് സ്ട്രെയിൻ ഗേജും പ്രഷർ മെഷർമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. അത് പറഞ്ഞൊരു സെൻസർ തന്നെ ഹൂസ് റെസിസ്റ്റൻസ് ചേഞ്ചസ് വെൻ സ്ട്രെച്ചഡ് ഓർ കംപ്രസ്ഡ്. അതിനെ കംപ്രസ് ചെയ്യുക അല്ലെങ്കിൽ സ്ട്രെച്ച് ചെയ്യുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യും. ആ റെസിസ്റ്റൻസ് ചേഞ്ചിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീസ്റ്റോമീറ്റർ യൂസ് ചെയ്തിട്ട് ആ റെസിസ്റ്റൻസ് ചേഞ്ചിനെ മെഷർ ചെയ്യാം. അങ്ങനെ അവിടെ എത്ര പ്രഷർ ഉണ്ട് അപ്ലൈ ചെയ്തെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഡേ 10 വരെ വരുന്ന ടോപ്പിക്സ്. ചെറുതായിട്ടൊരു ഇൻട്രൊഡക്ഷൻ തന്നതാണ്. നമ്മൾ ഓരോ ദിവസം ഓരോ ടോപ്പിക് വൈസ് ഇങ്ങനെ കവർ ചെയ്ത് പോകും. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 10 വീഡിയോ വെച്ച് കഴിയുന്നില്ല, 13 days ആണ് മെയിനായിട്ട് നോക്കുന്നത്. സോ ബൈ.